അങ്ങനെ ഒടുവിൽ മലയാള മനോരമയും സമ്മതിച്ചിരിക്കുകയാണ്. മുൻപ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചും കേന്ദ്രം കേരളത്തിന് നൽകേണ്ട തുക നൽകുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളും അതുപോലെ വിമർശനങ്ങളുമൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഒക്കെ ആരോപിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ മനോരമ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 2024 ഫെബ്രുവരി 18 മലയാള മനോരമ പത്രത്തിൽ ഒരു 3 കോളം വാർത്തയുണ്ട്. ഭാരത് അരിക്ക് ബദലായി കെ റൈസ് പരിഗണനയിൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഈ വാർത്ത വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് എന്താണ് കാണിക്കുന്നതെന്ന്. ആദ്യം ആ വാർത്തയൊന്ന് പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ ഭാരതരി പൊതുവിപണിയിൽ 29 രൂപയ്ക്ക് നൽകുന്ന സാഹചര്യത്തിൽ ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ കേരള ബ്രാൻഡിൽ കെ റൈസ് ഇറക്കുന്നതിന്റെ സാധ്യത സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് ഇതിനുള്ള നീക്കം നടത്തുന്നത്. ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ വഴി വിൽക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. നേരത്തെ ആന്ധ്രയിൽ പോയി മന്ത്രി GR അനിൽ അരി വാങ്ങുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇതിനുള്ള പണം കണ്ടെത്തുക എങ്ങനെയെന്ന് വ്യക്തമല്ല. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് 24 രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോർപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ 3 കേന്ദ്ര ഏജൻസികൾ വഴി നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭാരത് അരിയായി വിതരണം ചെയ്യുന്നത്. മുൻപ് OMSS വഴി കേരളത്തിന് ലഭിച്ചിരുന്ന അരി സപ്ലൈകോ വഴി 24 രൂപയ്ക്ക് വിതരണം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഒരു സംസ്ഥാന സർക്കാരിനും ഏജൻസിക്കും ഈ അരി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. OMSS വഴി അരി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും അനുകൂല മറുപടി ലഭിച്ചില്ല. ഇതാണ് മനോരമ പത്രത്തിൽ വന്ന വാർത്ത. മുൻപ് കേന്ദ്ര സർക്കാർ 29 രൂപയ്ക്ക് തൃശ്ശൂരും പാലക്കാടും മറ്റും അരി വിതരണം നടത്തിയിരുന്നു. അതിനെതിരെ നിരവധി ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അരി പച്ചരിയാണെന്നും അതുപോലെ തന്നെ അത് ഉപയോഗയോഗ്യമല്ല എന്നും ജനങ്ങൾ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ മന്ത്രി GR അനിൽ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നതുമാണ്. ഭാരതരി നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, 24-23 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരിയാണ് നമ്മൾ 29 രൂപയ്ക്ക് മലയാളി വാങ്ങാൻ നിർബന്ധിതമാകുന്നത്. സപ്ലൈകോ FCIയിൽ നിന്ന് കൃത്യമായും ആ ടെൻഡർ നടപടിയിൽ പങ്കെടുത്ത് ഈ കഴിഞ്ഞ നാൾ വരെയും അരി വിതരണം ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ റേറ്റിൽ. അതേ സപ്ലൈകോ അതേ FCIയിൽ നിന്നാണ് ഭാരതരി മാർക്കറ്റിലേക്ക് വരുന്നത്. ഒരു ക്വാളിറ്റി വ്യത്യാസവും വരുന്നില്ല, അതേ അരിയാണ്. അപ്പോൾ അത് 29 രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുത്ത് സൂക്ഷിക്കണമോ? അത് BJP ഗവൺമെൻറ് ആലോചിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. എന്നാൽ ആ അരി തന്നെ സപ്ലൈകോ വഴി കേരളത്തിൽ കൊടുത്താൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അരി എന്ന് പറഞ്ഞാൽ വല്ല വിഷമമുണ്ടോ? അത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസമല്ലേ? അപ്പോൾ ഭാരതരി യഥാർത്ഥത്തിൽ കേരളത്തിന് പ്രയോജനകരമാകുന്ന ഒരവസ്ഥയല്ല. സപ്ലൈകോയിൽ ഈ വിലമാറ്റം ഉണ്ടായാൽ പോലും അതിനേക്കാൾ വില കുറവായിരിക്കും സപ്ലൈകോയിൽ നിന്ന് 10 കിലോ അരി ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ വിലമാറ്റം ഉണ്ടായാൽ പോലും ആ ഭാരതരിയേക്കാൾ 1 പൈസയെങ്കിലും വില കുറഞ്ഞായിരിക്കും സപ്ലൈകോയിൽ നിന്ന് അരി വാങ്ങാനുള്ള സാഹചര്യം വരാൻ പോകും. സംസ്ഥാന സർക്കാർ വെറും 23.5 അല്ലെങ്കിൽ 24 രൂപയ്ക്ക് നൽകിയിരുന്ന അരിയാണ് ഇപ്പോൾ 29 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ കേരളത്തിൽ വിതരണം നടത്തുന്നതെന്ന്. എന്തായാലും ഭാരത് അരിക്ക് ബദലായി കെ റൈസ് എന്ന പദ്ധതി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു പദ്ധതിയിലൂടെ കേന്ദ്രത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. കുറച്ചധിക കാലമായി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചും കേന്ദ്ര സർക്കാർ കേരളത്തെ പരിഗണിക്കാതിരിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ വാർത്തകളിലൂടെ വിമർശിച്ചിരുന്നതാണ്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് നിയമസഭയിൽ ഉൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്തിരുന്നതാണ്. എന്നാൽ കേന്ദ്രത്തിന്റെ ബജറ്റ് അവതരണ സമയത്തൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ഉൾപ്പെടെ പരിഗണിക്കുന്നില്ല എന്നൊരു തരത്തിലുള്ള ബഡ്ജറ്റായിരുന്നു അന്ന് അവതരിപ്പിച്ചിരുന്നത്. കേന്ദ്രത്തിന്റെ ബജറ്റ് അവതരണത്തിന് ഉൾപ്പെടെ കേരളത്തിന് നേരിടേണ്ടി വന്നത് അവഗണനയാണ്. കേരളത്തെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെയും കേന്ദ്ര ബഡ്ജറ്റിൽ പരിഗണിച്ചിരുന്നില്ല. എന്തായാലും കേന്ദ്രത്തിനെതിരെയുള്ള നീക്കത്തിനായി കെ റൈസ് എന്ന ഒരു പദ്ധതിയുമായി കേരള സർക്കാർ മുന്നോട്ട് തന്നെയുണ്ട്.